സ്വാഗതം. ലൈവ് അറ്റ് 6 ആദ്യം പ്രധാന വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തും പ്രതി. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് SITയുടെ ഇടക്കാല റിപ്പോർട്ട്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കലടക്കം കുറ്റങ്ങൾ. ദേവസ്വം ബോർഡ് അംഗം A അജികുമാറും പ്രതിയാകും. SITയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് PS പ്രശാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ കയ്യാങ്കളി. UDF BJP കൗൺസിലർമാർ നേർക്കുനേർ. ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനെ ചൊല്ലി വാക്കേറ്റം. BJP കൗൺസിലറുടെ ഷർട്ട് വലിച്ചുകീറി. തന്റെ മുഖത്ത് BJP കൗൺസിലർമാർ ചൂടുവെള്ളമൊഴിച്ചെന്ന് UDF കൗൺസിലർ വൈഷ്ണ സുരേഷ്. ഹാജർ ബുക്ക് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന് മേയറുടെ വിശദീകരണം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിയുടെ വാദം കേൾക്കാതെ ജാമ്യം റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. പ്രോസിക്യൂട്ടർ കോടതിയിൽ തെറ്റായ കാര്യങ്ങൾ അറിയിച്ചെന്ന സർക്കാർ നിലപാടിന് വിമർശനം. 27 ദിവസം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചോദ്യം. 3 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ നിർണായക ചർച്ചകൾ. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കി കേരളവും തമിഴ്നാടും. ജനങ്ങളുടെ സുരക്ഷയും കുടിവെള്ളവുമാണ് പ്രധാനമെന്ന് സമിതി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ കടുത്ത നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ചമ്പത് റായെ വിശദമായി ചോദ്യം ചെയ്തു. ക്ഷേത്രത്തിന്റെ പണം നിക്ഷേപിച്ച ബാങ്കിലെ 2 ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തേക്കും. അറസ്റ്റിലായ ജീവനക്കാരുടെ വീട്ടിൽ നിന്നും ലക്ഷങ്ങൾ കണ്ടെടുത്തു. PSC മൂല്യനിർണ്ണയ പിഴവിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം വരുന്നു. ആസൂത്രണ ബോർഡിലേക്കുള്ള നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കും. മാർക്കിടാതെ വിട്ട 10 ഉത്തരങ്ങൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തും. തീരുമാനം PSC യോഗത്തിൽ. കരിമണലിൽ വിശദീകരണവുമായി വ്യവസായ മന്ത്രി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആലപ്പുഴയിലെ കരിമണലിൽ തൊടാൻ അനുവദിക്കില്ല. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിൽ അന്വേഷണം വേണമെന്ന് G സുധാകരൻ. PMശ്രീയിൽ ഇടതു സർക്കാരിനെ തള്ളാതെ വിദ്യാഭ്യാസ മന്ത്രി. ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായതെന്ന് N ഷംസുദ്ദീൻ. കരാറിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും മന്ത്രി നിയമസഭയിൽ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായി പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. ഊരാളുങ്കൽ ഗുണനിലവാരം കർശനമായി പാലിക്കുന്നു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി. മന്ത്രിമാരും MLAമാരും പരിഗണിക്കുന്നില്ലെന്ന പരാതിയുമായി മുസ്ലിം യൂത്ത് ലീഗ്. നിശിത വിമർശനം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ. മന്ത്രിമാർ പാർട്ടി നേതൃത്വത്തെ അനുസരിക്കുന്നില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനമടക്കമുള്ള ഘട്ടങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ലെന്നും വിമർശനം. നഴ്സുമാരുടെ സമരത്തിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി. ഒരാഴ്ചയ്ക്കകം നടപടി ഉണ്ടാകും. മിനിമം വേതനം ആക്ട് നടപ്പിലാക്കും. നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും K മുരളീധരൻ. നടി ഹണി റോസിനോട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ. താൻ പറഞ്ഞ വാക്കുകളുടെയും അതുണ്ടാക്കിയ ആഘാതത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ക്ഷമാപണം സ്വീകരിച്ച ഹണി റോസ്. കേസ് പിൻവലിക്കണമെന്നും ബോബി ചെമ്മണ്ണൂർ. ലോകകപ്പിൽ ബ്രസീലിൽ നിന്ന് അഗ്നി പരീക്ഷ. നോക്കൌട്ടിലെ എതിരാളികൾ ജപ്പാൻ. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് കാനഡ ആദ്യമായി പ്രീ ക്വാർട്ടർ. വിശദമായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ
മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെന്ന് SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രശാന്തിനെ പ്രതി ചേർത്ത വിവരം ഈ റിപ്പോർട്ടിലാണ് ഹൈക്കോടതിയിൽ SIT അറിയിച്ചത്. ദേവസ്വം ബോർഡ് അംഗം A അജികുമാറും പ്രതിയാക്കും. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾ ചെയ്തിട്ടുണ്ടെന്നും SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല ദ്വാരപാലക സ്വർണ്ണ കവർച്ചാ കേസിൽ 7 പേരുടെ പങ്ക് വ്യക്തമാക്കുന്ന രീതിയിലാണ് അവരെ പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ SIT ഹൈക്കോടതിക്ക് മുൻപാകെ, ഹൈക്കോടതി ദേവസ്വം ബോർഡ് മുൻപാകെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് CPM ഭരണകാലത്തെ ഒരു ഭരണസമിതി കൂടി ഇതിലേക്ക് പ്രതി ചേർക്കപ്പെടുന്നു എന്നതാണ്. PS പ്രശാന്തിനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രശാന്തിൻ്റെ കാലത്തെ ആ ബോർഡ് ഭരണസമിതിയും ഇതിലേക്ക് ഈ പ്രതിപട്ടികയിലേക്കടക്കം അന്വേഷണത്തിൻ്റെ പരിധിയിലേക്കടക്കം വരുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിൽ ായിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അന്തരിച്ച മുരാരി ബാബു, അതോടൊപ്പം തന്നെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജിത് കുമാർ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ എന്നിവരുടെ പങ്കാണ് അന്വേഷണത്തിൽ വ്യക്തമായതായിട്ട് SIT പറഞ്ഞിരിക്കുന്നത്. ഇവർ കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇവർക്ക് കൃത്യമായ ഒരു പങ്ക് ഈ കാര്യങ്ങളിലെല്ലാം തന്നെയുണ്ട്. ഈ കവർച്ച നടത്തുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ആസൂത്രണങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം ഇത് പുറത്തറിയാതിരിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഇത് കൂട്ടായുള്ള ഇവരുടെ ഒരു പ്രവർത്തനം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ, ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ എന്നിവ ചുമത്താവുന്നതാണ് എന്നതാണ് SIT റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ കോടതി അത് പരിഗണിച്ച് എത്രയും പെട്ടെന്ന് ഈ നടപടികളിലേക്ക് കടക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് 2019 യഥാർത്ഥ സ്വർണ്ണ കവചം നീക്കം ചെയ്ത് ബാക്കി സ്വർണം തട്ടിയെടുത്തതായും അത് മറച്ചുവെക്കാൻ 2023 വീണ്ടും ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന രീതിയിലേക്ക് ചെന്നൈയിലേക്ക് ദ്വാരപാലകരെ കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയതായും SIT റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് 9 പേരുടെ ഇടപെടൽ, അവരുടെ പങ്ക് ഇതിൽ സംശയാസ്പദമായാണ് SIT കാണുന്നത്. ഇവർക്കെതിരെയുള്ള ഒരു അന്വേഷണം അത് നടത്തി വരികയാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മുൻ ബോർഡ് അംഗം സുന്ദരേശൻ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, മുൻ തിരുവാഭരണം കമ്മീഷണർ സുനില, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ OG ബിജു, VS രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, അതോടൊപ്പം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി പാണ്ഡുരംഗയ്യ, നാഗ ഗോവർദ്ധൻ എന്നിവരുടെ പങ്കാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഹൈക്കോടതി ഇവരുടെ പങ്ക് അന്വേഷിക്കാനായിട്ട് പ്രത്യേകം ആവശ്യപ്പെടുകയും തെളിവുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അവരെ പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ദേശീയ ലാബുകളിൽ ഇതിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്കും വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്കും അയച്ച പരിശോധനാ ഫലങ്ങൾ, അവിടെ നിന്ന് പരിശോധനാ ഫലങ്ങൾ എത്താനുണ്ട്. ഇതുകൂടി വന്നതിന് ശേഷമായിരിക്കും വിശദമായ രീതിയിലേക്ക് അന്വേഷണം ഒന്നുകൂടി കടക്കുക. അത് മറ്റുള്ള ഇനി സംശയത്തിൽ നിൽക്കുന്നവരുടെ കാര്യത്തിലെല്ലാം ഈ പരിശോധനാ ഫലങ്ങൾ വളരെ നിർണായകമായിരിക്കും. ഏതായാലും എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത മാസം 20-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കും. സുപ്രധാനമായ നീക്കമാണ് SIT എന്ന് കോടതി അറിയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും ഗൂഢാലോചനയും ഉണ്ടെന്നാണ് PS പ്രശാന്തിന്റെ പ്രതികരണം. സെപ്റ്റംബർ 7-നാണ് തിരുവാഭരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് എത്തുകയും ദ്വാരകപാലക ശില്പങ്ങൾ അഴിച്ചെടുക്കുകയും ചെയ്തത്. കോടതി അറിയിക്കണം എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ ഉദ്യോഗസ്ഥർ വിളിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞത് റിപ്പോർട്ട് അയച്ചാൽ മതിയെന്നാണ്, കൊണ്ടുപോകേണ്ട എന്ന് സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞിരുന്നെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുപോകില്ലായിരുന്നുവെന്നും PS പ്രശാന്ത് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒറ്റ ചോദ്യം ഇങ്ങനെയുള്ളൂ. 2024-മായി ബന്ധപ്പെട്ട 25-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ കോടതിയോട് മാപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർന്നതാണ്. പിന്നെ എപ്പോഴാണിത് പുറത്തു വരുന്നത്? 2020-ലെ ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് 17-നാണ്, സെപ്റ്റംബർ 17-നാണ് ഇങ്ങനൊരു ആരോപണം വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയുടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞ എന്തിനു വേണ്ടിയാണ് കള്ളം പറഞ്ഞത്?
അയാളുടെ സേഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം അയാൾക്കറിയാമായിരുന്നു. അത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ വച്ചിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അതിലൊരു ഗൂഢാലോചനയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ കയ്യാങ്കളി. മേയറുടെ ഡയസിന് സമീപം പ്രതിഷേധവുമായി LDF കൗൺസിലർമാർ എത്തി. തുടർന്ന് യോഗ അജണ്ടയിലെ എല്ലാ തീരുമാനങ്ങളും പാസാക്കിയതായി അറിയിച്ചുകൊണ്ട് മേയർ VV രാജേഷ് കൗൺസിൽ യോഗം പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിന് ശേഷം UDF BJP കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഹാജർ ഒപ്പിടാൻ അനുവാദം നൽകിയില്ലെന്ന പരാതിയുമായി UDF കൗൺസിലർമാർ എത്തിയതോടെ ഹാജർ രജിസ്റ്ററിനായി പിടിവലിയും നടന്നു. കൗൺസിലർമാരായ ശബരിനാഥും ചെമ്പഴന്തി ഉദയനും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. BJP കൗൺസിലർമാർ ചൂടുവെള്ളം മുഖത്തൊഴിച്ചെന്ന് UDF കൗൺസിലർ വൈഷ്ണ സുരേഷ് ആരോപിച്ചു. പ്രതിപക്ഷ കൗൺസിലർമാർ ഹാജർ ബുക്ക് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് കൗൺസിലിൽ സംഘർഷമുണ്ടായതിന് കാരണമെന്ന് പിന്നീട് മേയർ VV രാജേഷ് വിശദീകരിച്ചു. 40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗമാണ് സംഘർഷഭരിതമായ നാടകീയമായ രംഗങ്ങൾക്ക് വേദിയായി മാറിയത്. കൗൺസിൽ യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മേയർ VV രാജേഷിന്റെ ചേംബറിനടുത്തേക്ക് പ്രതിഷേധവുമായി LDF കൗൺസിൽ അംഗങ്ങൾ എത്തിയതോടെയാണ് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ തുടങ്ങിയത്. അതിന് പിന്നാലെ 700-ലധികം വിഷയങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന 700-ലധികം വിഷയങ്ങൾ പാസാക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ ചേംബറിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവെക്കാനായി ഒരേ സമയം BJP അംഗങ്ങളും UDF അംഗങ്ങളും നടത്തിയ നീക്കം വലിയ തർക്കത്തിലേക്കും കയ്യങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു. അതിനിടെ BJP അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് UDF കൗൺസിലർമാർക്ക് നേർക്ക് തിളച്ച വെള്ളമൊഴിച്ചുവെന്ന് ആരോപിച്ച തങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ചൂടുവെള്ളം തിരിച്ചും ഒഴിക്കുന്ന തരത്തിലേക്ക് വരെ ഈ സംഘർഷങ്ങൾ മാറി. പിന്നീട് അത് കയ്യേറ്റവും വാക്കുതർക്കവുമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. UDF കൗൺസിലർ ശബരിനാഥനും നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനുമായി വലിയ വാക്കുതർക്കവും ഒടുവിലത് കയ്യേറ്റവുമായി മാറുന്ന തരത്തിലേക്ക് വരെ സംഘർഷങ്ങൾ നീളുന്നതാണ് നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ കണ്ടത്. പിന്നീട് മുതിർന്ന നേതാക്കളും കൗൺസിലർമാരും ഇടപെട്ടാണ് ഇരുവരെയും അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. അതേസമയം ബോധപൂർവം ഈ സംഘർഷത്തിന് വേദിയൊരുക്കുകയായിരുന്നു BJP എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് LDF കൗൺസിലർമാരും UDF കൗൺസിലർമാരും രംഗത്തെത്തി. BJP കൗൺസിലർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ അറ്റൻഡൻസ് ബുക്കിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJPയുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അസാധുവും ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങൾ ഉള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങൾ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. അതേസമയം ഇത്തരമൊരു സാഹചര്യം ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ് ഇന്ന് നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായതെന്നും കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായ നടപടി ഉറപ്പുവരുത്തുമെന്നും മേയർ VV രാജേഷ് പ്രതികരിച്ചു. രജിസ്റ്റർ വലിച്ചു കീറിക്കൊണ്ടല്ല പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത്, ജനാധിപത്യത്തിൽ അങ്ങനെയല്ല പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ ഒരിക്കലും ഒരു കൗൺസിലിനകത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൗൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിട്ട് ഞാൻ പാസ് ചെയ്യണം. ഇപ്പോ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ആ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ചില പേജുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടു. അപ്പൊ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെണ്ണുകൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണ്. അപ്പോൾ അത് എന്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. സംഘർഷത്തിനിടെ പരിക്കേറ്റ കൗൺസിലർമാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം പോലീസിനും
നഗരസഭയുടെ സെക്രട്ടറിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് UDF കൗൺസിലർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഗതനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് ഇങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് സഭാ നടപടികളെ എത്തിച്ചത്. അതുകൊണ്ട് സുഗതന് കോടതിയുടെ അനുമതിയോടെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ നഗരസഭയിലേക്ക് എത്തിയാലും ഒരു തരത്തിലും അതിനെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ LDF-ഉം UDF-ഉം. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിയുടെ വാദം കേൾക്കാതെ ജാമ്യം റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. 9ാം പ്രതിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രോസിക്യൂട്ടർ കോടതിയിൽ തെറ്റായ കാര്യങ്ങൾ അറിയിച്ചെന്ന് സർക്കാർ നിലപാടിനെയും കോടതി വിമർശിച്ചു. കോടതിയെ സഹായിക്കുകയാണ് പ്രോസിക്യൂട്ടർമാരുടെ ചുമതല. വിവേചന അധികാരം ഉപയോഗിച്ചാണ് ജഡ്ജിമാർ തീരുമാനമെടുക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രോസിക്യൂട്ടർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചില്ല. 27 ദിവസം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും എന്തു ചെയ്യുകയായിരുന്നുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് CPM പ്രവർത്തകരായ 3 പ്രതികൾക്ക് ജാമ്യമില്ല. 7ാം പ്രതി അനിൽകുമാർ, 21ാം പ്രതി വിജയ്, 24ാം പ്രതി നിഷാദ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിൽ ഒരാഴ്ചയ്ക്കകം നടപടി ഉണ്ടാകുമെന്ന് K. മുരളീധരൻ. മിനിമം വേതനം ആക്ട് നടപ്പിലാക്കും. തൃശൂർ, അമല, ജൂബിലി ആശുപത്രികളിൽ സമരം ചെയ്യുന്ന നഴ്സുമാർ സമരത്തിൽ നിന്നും പിന്മാറണം. DHSനെ സ്ഥലം മാറ്റിയ സർക്കാർ നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിന് ഹണിമൂൺ കാലം കിട്ടിയില്ല എന്ന പരിഭവവും മുരളീധരൻ നിയമസഭയിൽ പങ്കുവച്ചു. വിവാഹം കഴിഞ്ഞാൽ 6 മാസം ഹണിമൂൺ കിട്ടാറുണ്ട്. ആരോഗ്യവകുപ്പിന് അത് കിട്ടിയില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഒരു വിവാഹം കഴിഞ്ഞാൽ 6 മാസത്തെ ഒരു ഹണിമൂണുണ്ട്. പക്ഷെ ആരോഗ്യവകുപ്പിന് അതുപോലും കിട്ടിയില്ല സാർ. പിറ്റേ ദിവസം തൊട്ട് ഇതിനെക്കുറിച്ചുള്ള ആക്രമണമായിരുന്നു. സർക്കാർ ചെയ്ത ആ കാര്യത്തിൽ DHSൻ്റെ കാര്യത്തിൽ സർക്കാർ ചെയ്ത നിലപാടിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിക്കും. ഇപ്പോൾ കസാലയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, പരിസരത്തൊന്നും ആരും ഇരിക്കുന്നില്ല എന്നുകൂടെ ഈ സഭയെ അറിയിക്കുകയാണ്. ഈ മിനിമം വേജസ് ആക്ട് അതൊന്ന് പരിഷ്കരിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കകം അക്കാര്യത്തിൽ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് ദയവായി സമരം ചെയ്യുന്ന നഴ്സുമാർ സമരരംഗത്ത് നിന്ന് പിന്മാറണം. അവരുടെ കൂടെ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കരിമണൽ ഖനനത്തിൽ വിശദീകരണവുമായി വ്യവസായ മന്ത്രി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിക്കില്ല. ആലപ്പുഴയിലെ കരിമണലിൽ തൊടാൻ അനുവദിക്കില്ല. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ നടക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. സർ, കരിമണലിഞ്ഞ് ഒരിക്കലും തന്നെ പ്രൈവറ്റിന് മൈൻ ചെയ്യാൻ കഴിയില്ല. വെറുതെ വാർത്ത വരികയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ ഇനി പറ്റൂല. അത് റിസർവ്ഡ് ഫോർ പബ്ലിക്. അതുകൊണ്ട് അങ്ങനെ ആലപ്പുഴ തീരദേശത്ത് കരിമണൽ തൊടാനുള്ള പരിപാടി ഈ ഗവൺമെൻറ് ഇല്ല. ഞാനത് വ്യക്തമാക്കി പറഞ്ഞു. ആവശ്യമില്ല. അതേസമയം തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിൽ അഴിമതി നടന്നുവെന്നാണ് G. സുധാകരൻ്റെ ആരോപണം. കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന കരിമണൽ ഖനനത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. സ്വകാര്യ മേഖലയിൽ മാത്രമല്ല, പൊതുമേഖലയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഖനനം വേണമോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ടെന്നും തോട്ടപ്പള്ളിയിലെ ഖനനത്തിന് പിന്നിൽ കേന്ദ്ര ഏജൻസികളാണെങ്കിലും അതിൻ്റെ ഫലം അനുവദിക്കേണ്ടി വരുന്നത് നമ്മളാണെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. ഒരിടവേളയാണ്, മടങ്ങി വരാം. ന്യൂസ് 18 വാർത്തയിൽ പ്രതികരിച്ച് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് മേൽശാന്തി നിയമനത്തിലടക്കം കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് മുമ്പ് ന്യൂസ് 18 ഉന്നയിക്കപ്പെട്ടത്. അതിനാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ശബരിമല മേൽശാന്തി നിയമനത്തിന് താൻ പണം ആവശ്യപ്പെട്ടെന്ന ആരോപണമടക്കം SIT അന്വേഷിക്കട്ടെ. ഇതിലും വലിയ അന്വേഷണം വരാനില്ല. മുൻ ശബരിമല മേൽശാന്തി കീഴ്ശാന്തി സുരേഷ് ആർപോറ്റിയുടെ ആരോപണത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. തനിക്ക് വേണ്ടിയും മറ്റ് ബോർഡ് അംഗങ്ങൾക്ക് വേണ്ടിയും പണം വേണമെന്നാവശ്യപ്പെട്ടത് തന്ത്രിയാണെന്നാണ്
അദ്ദേഹം ആരോപിച്ചത്. തനിക്കെതിരെ വാർത്ത വന്നത് ന്യൂസ് 8-ൽ മാത്രമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡിൽ ഞങ്ങളുണ്ട്. പക്ഷേ ഇന്റർവ്യൂ ബോർഡിൽ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 30 മാർക്ക് ഒന്നും എങ്ങനെ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, 3 മെമ്പർമാർ, ദേവസ്വം കമ്മീഷണർ, ഞങ്ങൾക്ക് 4 പേർക്കും കൂടി 30 മാർക്ക്. ബാക്കി 70 മാർക്ക് ആർക്കാ? തന്ത്രിമാർക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച ആരെയും ഉൾപ്പെടുത്താനും പറ്റൂല, ആരെയും കയറ്റാനും പറ്റൂല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ തന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാണ്. തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു എന്നാണ്. എൻ്റേത് മാത്രമല്ല പറഞ്ഞത്. ഞാൻ പിന്നീട് അത് തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞത് തന്ത്രിയോട് അയാളോട് തന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 5 ലക്ഷം കൊടുക്കണം, മെമ്പർമാർക്ക് 3 ലക്ഷം കൊടുക്കണം, അങ്ങനെയൊക്കെ തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ അയാളോട് ആവശ്യപ്പെട്ടാന്നല്ല പറഞ്ഞത്. അതും കൂടെ ഒന്ന് തിരുത്തി കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോയി. ഞാൻ പിന്നെ ഇതിന് മറുപടി പിന്നെ പറയാമെന്ന് വിചാരിച്ചതാണ്. അതായത് തന്ത്രിയെ അയാൾ കാണാൻ ചെന്നപ്പോൾ തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 5 ലക്ഷം കൊടുക്കണം, മറ്റേ മെമ്പർമാർക്ക് 3 ലക്ഷം കൊടുക്കണം. തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പിന്നീട് അത് വെരിഫൈ ചെയ്തപ്പോൾ PM ശ്രീയിൽ ഒപ്പിടാൻ ഇടതു സർക്കാർ നിർബന്ധിതമായെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര ഫണ്ടുകൾ അന്യായമായി തടഞ്ഞുവെച്ചു. ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായി എന്നതാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ വിശദീകരണം. എന്നാൽ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും N. ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കരിക്കുലത്തിൽ ഇടപെടില്ലെന്ന് V. മുരളീധരൻ MLA. NCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നത്. കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല PM ശ്രീ. സങ്കുചിത രാഷ്ട്രീയ താല്പര്യം വെച്ച് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്. തമിഴ്നാടും കർണാടകയും ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കിയെന്നും മുരളീധരൻ പറഞ്ഞു. ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല. എന്താ പറയുന്നത്? ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. അവിടെ എവിടെയാ ഈ കരിക്കുലത്തിന്റെ കാര്യം? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ സ്കൂൾസ്, സ്കൂൾസ് ആസ് മെന്റേഴ്സ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ്. ഇതിലെവിടെയാ ഈ കരിക്കുലം ഒന്നും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടേ ഇല്ല. കരിക്കുലം എല്ലാ കാലത്തും NCERTയുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് PM ശ്രീ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് NCERTക്ക് ഒരു റോളുണ്ട്, സംസ്ഥാനത്ത് SCERTക്ക് റോളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഉണ്ടാകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ ചർച്ചകള് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. PM ശ്രീയിൽ CPM-ഉം CPI-യും ഒരേ നിലപാടാണ് ഉള്ളതെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസും ലീഗും മാറിയേക്കാം. ലീഗിന്റെ മാറ്റത്തിൽ യൂത്ത് ലീഗും MSF-ഉം ഉത്തരം പറയണം. PM ശ്രീയിൽ ഒരു ചില്ലിക്കാശ് പോലും മുൻ സർക്കാരിന് ലഭിച്ചിട്ടില്ല. പാവങ്ങളുടെ പദ്ധതിക്ക് മുന്നിൽ ആരുടെയും പടം വയ്ക്കേണ്ടതില്ല. അവർക്കെല്ലാം ആത്മാഭിമാനമുണ്ട്. ഒരാളുകൾ സൊസൈറ്റിയെ നേരത്തെ UDF കുറ്റപ്പെടുത്തി, ഇപ്പോൾ അംഗീകരിക്കുന്നു. ഇനി പലതും അംഗീകരിക്കേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായി പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ഗുണനിലവാരം കർശനമായി പാലിക്കുന്നു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം. ലോകകപ്പിലെ നോക്കൌട്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പരസ്പരം ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും ജയിച്ചത് ബ്രസീലിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അവസാന മത്സരത്തിൽ ജയിച്ചതിന്റെ ബലത്തിലാണ് ജപ്പാൻ ഇന്ന് ഇറങ്ങുന്നത്. രാത്രി 10:30 ഹൂസ്റ്റണിലാണ് ഈ മത്സരം നടക്കുക. 5 തവണ ലോക കിരീടം ചൂടിയ ബ്രസീൽ തങ്ങളുടെ 6ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് കാനറിപ്പട നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അറ്റാക്കിംഗ് നിരയാണ്. മധ്യത്തിൽ നിന്നുള്ള കൃത്യമായ പാസുകളും വിങ്ങർമാരുടെ മുന്നേറ്റങ്ങളും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോകുന്നതാണ്. അതോടൊപ്പം പരിചയസമ്പന്നരായ പ്രതിരോധ താരങ്ങളും ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പലപ്പോഴും എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകളിൽ
ബ്രസീലിയൻ പ്രതിരോധം പതറുന്നതായി കാണാം. ആക്രമണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഡിഫൻസിൽ വരുന്ന വിടവുകൾ ബ്രസീലിന് വിനയായേക്കാം. മറുവശത്ത് ഏഷ്യൻ ഫുട്ബോളിന്റെ വൻമതിലായ നീല സാമുറായികൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ രണ്ടു ടീമും ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും വിജയം ബ്രസീലിനൊപ്പമായിരുന്നു. എന്നാൽ ചരിത്രമല്ല, ഇപ്പോഴത്തെ ഫോമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് ജപ്പാൻ വിശ്വസിക്കുന്നു. കൃത്യമായ അച്ചടക്കവും ഒട്ടും വിട്ടുകൊടുക്കാത്ത പോരാട്ടവീര്യവുമാണ് ജപ്പാന്റെ മുഖമുദ്ര. വിങ്ങുകളിലൂടെയുള്ള അതിവേഗ കൗണ്ടർ അറ്റാക്കുകളാണ് പ്രധാന ആയുധം. മുഴുവൻ സമയവും ഊർജ്ജത്തോടെ കളിക്കാനുള്ള താരങ്ങളുടെ കായികക്ഷമതയും എടുത്തു പറയണം. രണ്ട് ടീമും പരസ്പരം ഏറ്റുമുട്ടിയ അവസാന മത്സരത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച് വിജയം നേടിയത് ജപ്പാനായിരുന്നു. ആ ഒരു വിജയം നൽകുന്ന മാനസിക മേധാവിത്വം ജപ്പാന് തുണയാകുമോ എന്ന് കാത്തിരിക്കാം. സൂപ്പർ താരം നെയ്മർ ഇന്ന് കളത്തിൽ കൂടുതൽ സമയം ഉണ്ടാകുമെന്നാണ് ബ്രസീലിയൻ കോച്ചിന്റെ പ്രഖ്യാപനം. It was a good experience for us to know that Japan is a really competitive team. They are one of the best team in the world. They are number 17 in the ranking. They beat England in March, so we have completely, totally a full respect of them, and we prepare a game like a final, because it is a final. തീപാർന്നൊരു പോരാട്ടത്തിന് വേദിയാവാൻ പോവുകയാണ് ലോകകപ്പ്. സാമ്പാ നൃത്തച്ചുവടുകളുമായി ബ്രസീൽ മുന്നേറുമോ അതോ നീല സാമുറായികൾ കാനറികളെ വീഴ്ത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ജർമ്മനി നെതർലൻഡ്സ് ടീമുകളും ഇന്ന് നോക്കൌട്ട് പോരിനിറങ്ങും. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് പരാഗ്വെയാണ് എതിരാളി. 2002 ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലാണ് ലോകവേദിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് മറുപടിയില്ലാത്ത ഒരു ഗോളിന് ജർമ്മനി വിജയിച്ചു. ഫോക്സ് ബറോയിൽ ഇന്ത്യൻ സമയം രാത്രി 2 മണിക്കാണ് മത്സരം. രാവിലെ 6:30 നടക്കുന്ന ആവേശപ്പോരിൽ നെതർലൻഡ്സ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 2 തവണയും ഡച്ച് ടീം ജയിച്ചപ്പോൾ 1 തവണയാണ് മൊറോക്കോ വിജയിച്ചത്. മെക്സിക്കോയിലെ മോണ്ടറേയിലാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,110, പവന് 1,04,880. 18 ക്യാരറ്റ് ഗ്രാമിന് 10,830, പവന് 86,640. വെള്ളി ഗ്രാമിന് 240 രൂപ, കിലോഗ്രാമിന് 2,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയാണ്, മടങ്ങി വരാം.